സുഹൃത്തുക്കളോടും സ്വാഗതം ചെയ്യുന്നു. മെയിൻലി ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം ഉത്തര മലബാറിലെ തന്നെ പ്രത്യേകിച്ചും കേരള കർണാടക അതിർത്തി പങ്കിടുന്ന നമ്മുടെ ദേലമ്പാടി പഞ്ചായത്തിലെ, കേരളത്തിലെ മലയോര മേഖലയായ ദേലമ്പാടി പഞ്ചായത്തിലെ ഒരു കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. കാര്യം ഏകദേശം ഇന്ന് നമ്മുടെ ഈ കുടുംബ സംഗമത്തിന്റെ കാര്യം പറയുമ്പോൾ 300ഓളം വർഷത്തെ പഴക്കമുള്ള 8ഓളം തലമുറകൾ ഉള്ള ഒരു കുടുംബ മഹാസംഗമത്തിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കേരളത്തിന്റെയും അതേപോലെ തന്നെ കർണാടകയിലും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ ഒരു ഫാമിലി ഒന്നിച്ച് കൂട്ടുന്നതിന് വേണ്ടി തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 6 മാസം വരെ സമയം എടുത്തിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞ ഒരു നവംബറോട് കൂടി ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ്. പലപ്പോഴും ഞങ്ങളിൽ നിന്നും അകന്നകന്നു പോയ ചില കുടുംബ കണ്ണികളെ കൂടി ചേർത്ത് എടുക്കുന്നതിന് വേണ്ടി ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് നമ്മൾക്ക് പുതിയ അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ഉണ്ട്. മീൻസ് ഓൺലൈൻ രജിസ്ട്രേഷൻ അങ്ങനെയൊക്കെ വന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ പറ്റി. പക്ഷെ ആ ബന്ധങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് കുറച്ചധികം സമയം വേണ്ടി വന്നു എന്നുള്ളതാണ്. കാര്യം പല കുടുംബത്തിലുള്ള പലരും പല ദേശത്ത് ജോലി സംബന്ധമായിട്ടും മറ്റേ അങ്ങനെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ പറയാനുള്ളത് ഞങ്ങളുടെ ഈ കുടുംബത്തിൽ തന്നെ സൗദി പൗരത്വമുള്ള സൗദി സ്വദേശികളായ ആൾക്കാർ ഒരുപാട് പേര് മെമ്പേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത്രയ്ക്കും ആ ഒരു വലിയ കുടുംബത്തിനെ കൂട്ടിച്ചേർക്കുന്നതിന് ഒരു വലിയൊരു എഫേർട്ടും ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ചിന്തിച്ച് ഇത് ബാക്കടിച്ച് പോയ ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പൊ അവസാനമായിട്ട് നമുക്കത് വളരെ നല്ല രീതിയിൽ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് അത് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ എല്ലാവരും ഒരുപോലെ കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ മുതിർന്ന അതേപോലെ തന്നെ പുതിയ തലമുറയിലുള്ള എല്ലാവരും ഒരുപോലെ എഫേർട്ട് എടുത്ത് ഇതിനു മുമ്പിലേക്ക് വന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സുതാര്യമായ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ ബാക്കി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി സുരാജുദ്ദീൻ ചാൽക്കരനെ ഞാൻ ക്ഷണിച്ചോളുന്നു. നമസ്കാരം. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വളരെയധികം പഴക്കവും തഴക്കമുള്ള ഒരു തറവാടായിരുന്നു ഏവന്തൂർ തറവാട്. ഏകദേശം 300 വർഷത്തിൽ പരം പഴക്കമുള്ള ആ ഒരു തറവാടിലെ സന്തതികളാണ് ഒരുമിച്ച് കൂടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. 4 വല്യുപ്പമാരെ മക്കളും പേരമക്കളും കൂടി ഏകദേശം 4500ഓളം അംഗങ്ങളുള്ള ഒരു കുടുംബം, 900ഓളം വീടുകളുള്ള ഒരു കുടുംബം. അവരെ ഒന്നിച്ചു കൂട്ടി അതിന്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റന്നാൾ 28-ാം തീയതിയാണ് ഈ ഒരു കുടുംബ സംഗമം ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സൗദി പൗരത്വമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ മുതൽ മൊത്തം ഈ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ഡാറ്റ കളക്ഷൻ ചെയ്തുകൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കുറ്റമറ്റ രീതിയിൽ ഒരു ഇപ്പോഴത്തെ ആധുനിക രീതിയിലുള്ള രജിസ്ട്രേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി തുടങ്ങുന്ന പരിപാടി, അതിന്റെ കാര്യപരിപാടികളൊക്കെ അതിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംഗമം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഒത്തുചേരൽ പുതിയ തലമുറക്ക് ഈ പഴയ കാലത്തെ അനുഭവങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ 1-2 തലമുറ കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ആൾക്കാർ ഒരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇന്നിപ്പോ നമ്മുടെ കുടുംബത്തിലെ എല്ലാ മേഖലകളിലും കഴിവ് തെളിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. മത, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ ഒരുപാട് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. പല പ്രൊഫഷണലുകളുണ്ട്, ഉന്നത പദവിയിലെത്തിയ പല ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ താഴോട്ടുള്ള തലമുറക്ക് ഇത് ആര് എന്തെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോഴത്തെ ലോകത്തിന്റെ കഥ അതാണ്. ഒരു വീട്ടിലുള്ള ആൾക്കാർ ഫോണ് മാത്രമേ ഉള്ളൂ, അതിനേക്കാൾ അപ്പുറം ഇല്ല. അപ്പൊ അതൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് ഒരു കുടുംബത്തിനെ മൊത്തം ഒന്ന് പരിചയപ്പെടുത്തുക, ഒന്ന് അറിയിക്കുക, വരും തലമുറക്ക് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് പ്രധാനമായും ഉള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് അവശത അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. പലപ്പോഴും പുറത്ത് പറയാൻ മടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അവരുടെ പ്രയാസങ്ങളും പരിഭവങ്ങളൊക്കെ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ട് അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ വേണ്ടി വളരെ കാലം കൂടി തന്നെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി അതിനൊക്കെ ഒരു സമാഹരണം നടത്തിക്കൊണ്ട് അവരുടെ വിഷമതകള് സാമ്പത്തികമാണെങ്കിലും മറ്റു എന്താണെങ്കിലും അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുക. നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഈ പറഞ്ഞ ഏവന്തൂർ കുടുംബത്തിൽപ്പെട്ട ആരും തന്നെ വിഷമത അനുഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ പല പരിപാടികളും ഈ മീറ്റിൽ വെച്ച് പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി തീരുമാനിച്ചിട്ടുള്ളത്.
അതോടൊപ്പം തന്നെ നമ്മൾ ഈ പരിപാടിയിൽ 4 കുടുംബമാണ്. നമ്മളെ ഏവന്തൂർ കുഞ്ഞഹമ്മദ് ഫാമിലിയുടെ കുടുംബ മീറ്റാണ്. അദ്ദേഹത്തിന്റെ 4 മക്കളാണ്. ഈ 4 മക്കളിൽപ്പെട്ട സന്തതികളാണുള്ളത്. ഈ 4 കുടുംബത്തിനെ പറ്റിയും അവിടെ കാര്യങ്ങൾ വളരെ ഗഹനമായി പഠിച്ച് പ്രതിപാദിക്കുന്ന ഒരു സെഷൻ കൂടി അതിലുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പഴയ കാലത്ത് നമ്മുടെ ആ പ്രദേശത്ത് മതസാഹോദര്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ വല്യപ്പമാർ നടത്തിയ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ചരിത്രങ്ങൾ ഇന്നും അവിടെ ജീവിച്ചിരിപ്പുള്ള ഒരു കാര്യമാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി, നമുക്കറിയാം നമ്മുടെ ഈ ദേലമ്പാടി പ്രദേശം എന്ന് പറയുമ്പോൾ ഒരു മലയോര പ്രദേശമാണ്. അവിടെ യാത്രാ സൗകര്യവും മറ്റു എല്ലാ രൂപത്തിലും വളരെയധികം അപര്യാപ്തത ഉണ്ടായിരുന്ന ആ കാലത്ത് പോലും അതിൻ്റെതായ പ്രയാസങ്ങളും ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മുടെ വല്യപ്പന്മാരൊക്കെ ശ്രമിച്ച ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അത് ഇങ്ങോട്ട് തുടർന്നുകൊണ്ട് ഇന്നും മതസാഹോദര്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു പരിപാടി നേരത്തെ പറഞ്ഞ പോലെ വളരെ കൂടിയാലോചിച്ചുകൊണ്ട് ഒരുപാട് മാസങ്ങളായി ഇതിന്റെ ബാക്കിൽ ഞങ്ങൾ നടക്കുകയാണ്. പലപ്പോഴും അന്വേഷിച്ചു പോകുമ്പോൾ കർണാടകയുടെ പല ഭാഗങ്ങള്, കേരളത്തിലൊട്ടുമിക്ക നമ്മുടെ ഈ 3-4 പഞ്ചായത്തുകൾ വ്യാപിച്ച് ദേലമ്പാടി, കാറടുക്ക, വെള്ളൂര്, മുളിയാറ്, അതുപോലെ ചെങ്കള, ചെമ്മനാട് എന്നീ പഞ്ചായത്തുകളൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കുടുംബമാണ്. അതോടൊപ്പം തന്നെ കർണാടകയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ വാട്സപ്പിലും മറ്റുമൊക്കെ അറിഞ്ഞ് ഒരുപാട് ആൾക്കാർ അതിന്റെ അറ്റങ്ങൾ തേടി നമ്മളോട് ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഇത് അറിഞ്ഞതിന് ശേഷം ഈ ഒരു കുടുംബ സംഗമം ഞങ്ങൾ തീരുമാനിച്ചതിന് ശേഷം നമ്മുടെ കുടുംബത്തിൽ പല പരിപാടികളും നടക്കുകയുണ്ടായി. പക്ഷെ വല്ലാത്തൊരു അനുഭൂതിയാണ്. മുമ്പത്തെ പോലെ